ഇപ്പോൾ കോൺഗ്രസ്സിന് ചില നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കോൺഗ്രസ് MLA-മാരുടെ യോഗം വിളിക്കും. യോഗം വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എടുക്കും. പിന്നെ ഞങ്ങളൊരു പ്രമേയം സാധാരണ പാസ്സാക്കി ഡൽഹിക്ക് അയക്കും. ഡൽഹി MLA-മാരുടെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിക്കും. സ്വാഭാവികമായിട്ടും UDF സംവിധാനമായതുകൊണ്ട് ഘടകകക്ഷികൾക്ക് വിവരങ്ങൾ അറിയിക്കും. അവരുമായിട്ട് ആശയവിനിമയം നടത്തും. അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുണ്ട്. അതനുസരിച്ചേ കാര്യം നടക്കൂ. 4-ാം തീയതി കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഹൈക്കമാൻഡ് തന്നെ തീരുമാനങ്ങൾ എടുക്കും. സ്വാഭാവികമായിട്ടും എല്ലാ MLA-മാരോട് ജയിച്ചു എന്ന എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. അതുകൂടെ സ്വരൂപിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുക. KC വേണുഗോപാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള വ്യക്തിയാണ്. കേരളത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സംഭാവനയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനുകളും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടത്. കാരണം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. പുതിയ യാത്ര നടന്നു. ആ യാത്രയുടെ പ്രത്യേകത എന്തായിരുന്നു? മറ്റുള്ള യാത്രകളെക്കാൾ ഇപ്പോൾ ഞാനൊക്കെ യാത്ര നടത്തിയിട്ടുണ്ട്, KPC പ്രസിഡൻ്റായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പ്രത്യേകത, ഒരു ഭരണ സംവിധാനത്തിനെ വിമർശിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്താണ്, അതുകൂടെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ജനങ്ങളെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയറായിട്ടുള്ള ആളാണ്, ഭരണപരിചയമുണ്ട്. അപ്പോൾ 3 പേരും പ്രധാനപ്പെട്ടവർ തന്നെയാണ്. തക്കതായിട്ടുള്ള വേദിയിലെ അങ്ങയുടെ അഭിപ്രായം? ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അതിൽ താങ്കൾക്ക് ഇവരെ കുറിച്ചുള്ളവരിൽ വ്യക്തമായൊരു അഭിപ്രായം ഞാൻ പറയും. ഉണ്ട്. എനിക്ക് ആവണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എനിക്ക് അവസരം വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നൽകുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നൽകിയാൽ ഉറപ്പായിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയും. ഒരു സമവായത്തിലൂടെ ലീഡറിനെ തിരഞ്ഞെടുക്കണം. സമവായത്തിലൂടെ തിരഞ്ഞെടുക്കണം. അല്ലാതെ ഒരു പരസ്പരം പോരടിച്ചുകൊണ്ടാവരുത്. ഇപ്പോൾ ഒരാളെ ഒരാളല്ലേ മുഖ്യമന്ത്രിയാക്കാൻ കഴിയൂ. അങ്ങനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാവാത്ത രീതിയിൽ തീരുമാനം എടുക്കണം.